കരിമ്പനും മഷിക്കറയും ചെളിയും പിടിച്ച ഭാഗമാണെങ്കിലും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാൻ ഈ ടിപ്പ് ചെയ്താൽ മതി. ഇത് മോൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭാഗമാണ്. ഈ ബാഗ് തന്നെയാണ് ഞാൻ ഈ വർഷവും കൊടുത്തു വിടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബാഗൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ 2-3 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ചെളിയൊക്കെയുള്ള ബാഗാണെങ്കിൽ ആദ്യം ബാഗിന് മുകളിലായി അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഇനി ഈ ബാഗ് കഴുകിയെടുക്കാനായി നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള 3 ഐറ്റംസ് വെച്ച് നമുക്കൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കോൾഗേറ്റിൻ്റെ ഈ കവർ മതി. ഇതിനുള്ളിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനുള്ളിലുള്ളതെല്ലാം കഴുകി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കവറിനുള്ളിൽ മുഴുവനായും ഞാൻ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഇതിൻ്റെ നീര് മുഴുവനായും പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയും വേണ്ടത് ഡിഷ് വാഷാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഷ് വാഷ് ഏതാണോ അതിൽ നിന്ന് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ നല്ലതുപോലെ മിക്സായി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനിയും ഈ മിക്സ് ബാഗിൻ്റെ ചെളിയുള്ള ഭാഗങ്ങളിലെല്ലാം തേച്ച് കൊടുക്കുക. ആദ്യം ഞാൻ ഈ ബാഗിൻ്റെ കരിമ്പനൊക്കെ അടിച്ച ഈ സൈഡിലാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു കയ്യിൽ മാത്രമായി തേച്ച് കൊടുത്ത ശേഷം മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഈ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. വീഡിയോ കട്ട് ചെയ്യാതെ ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ചെറുതായി ഒന്ന് ഉരച്ചു കൊടുത്തപ്പോൾ തന്നെയുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ടിഷ്യൂ കൊണ്ട് ഇതൊന്ന് തുടച്ചു മാറ്റിയ ശേഷം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് എത്രമാത്രം വൃത്തിയായിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? നോക്കൂ, ഇതിലെ ചെളിയെല്ലാം ഈ ടിഷ്യൂവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലും മറ്റുമുള്ള കരിമ്പനും ചെളിയും എല്ലാം നല്ലതുപോലെ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം വൃത്തിയായിട്ടുണ്ടെന്ന്. ഇനി ഇതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. വരുമാനം കുറവുള്ള വീടുകളിൽ സ്കൂള് തുറന്നു വരുന്ന സമയം നല്ലൊരു ടെൻഷൻ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ വരുമാനവുമൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കരിമ്പനും മഷിക്കറയും ഒക്കെയുള്ള സൈഡിൽ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ചെളിയുള്ള ഭാഗങ്ങളിൽ ഈ ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ചെടുക്കുക. ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ മാറ്റം നല്ലതുപോലെ അറിയാൻ പറ്റും. ഇത് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. നോക്കൂ, ഇപ്പോൾ ഇത് കണ്ടാൽ പുതിയ ഭാഗമല്ലെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് മാറ്റമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.